എല്ലാവർക്കും നമസ്കാരം. പ്രധാനമായും ഈ പത്രസമ്മേളനം നടത്തണമെന്ന് LDF ആയി തീരുമാനിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം UDF നേതൃത്വത്തിൽ ചടയമംഗലത്ത് തികച്ചും നുണപ്രചരണം നടത്തുന്ന തരത്തിലേക്ക് ഒരു പത്രസമ്മേളനം കാണാനിടയായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഇതിനകത്ത് CPIM ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ജയകുമാർ, CPI ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അജയൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം സഹോദരി സന്തോഷ്, വിന്നു, ബാബുരാജൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. ഇവരെല്ലാമാണ് ഈ പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാക്കിയത്. കഴിഞ്ഞ ദിവസം കണ്ട വാർത്ത, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ കണ്ടാൽ കിണ്ണം കണ്ടവനായി തോന്നുമോ എന്നുള്ളത്. ആ നിലയിലാണ് കോൺഗ്രസ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി BJPയുമായി വ്യക്തമായ ധാരണയുണ്ടാക്കി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പലവിധമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നത്. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് കുരിയോട് ഉപതെരഞ്ഞെടുപ്പ്. ആ കുരിയോട് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ജയിച്ചത് BJPയാണ്. 20 വോട്ടിനാണ് LDF പരാജയപ്പെട്ടത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു. വലിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് താഴേക്ക്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ LDF വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിച്ചു. കോൺഗ്രസ് 2-ാം സ്ഥാനത്തേക്ക് എത്തി, BJP 3-ാം സ്ഥാനത്തേക്ക്. കുരിയോട് ഉപതെരഞ്ഞെടുപ്പിൽ LDF ഇതിലും വലിയ മാർജിനിൽ, ഇതിലും വലിയ ഭൂരിപക്ഷത്തിൽ മുമ്പെല്ലാം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ആ പൂങ്കോട് വാർഡിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം LDF വിജയിച്ച തെരഞ്ഞെടുപ്പാണ്. ആ വാർഡ് രൂപീകൃതമാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസുമായി പരസ്യമായി ധാരണ ഉണ്ടാക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീമാൻ ശിവദാസപിള്ള അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കോൺഗ്രസിന്റെ 12 ഉണ്ടായിരുന്ന ബിജു നോമിനേഷൻ കൊടുക്കുകയും ശിവദാസപിള്ള സ്ഥാനാർത്ഥിയായപ്പോൾ ബിജു ആ നോമിനേഷൻ പത്രിക പിൻവലിക്കുകയും LDFും BJPയുമായി നേരിട്ട് മത്സരം ഉണ്ടാകുകയും കോൺഗ്രസിന് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത സാഹചര്യം അവർ പൂർണ്ണമായും BJPയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി. ചെറിയ വോട്ടിനാണ് LDF വിജയിക്കുന്നത്. അന്ന് ഉണ്ടാക്കിയ ധാരണ എക്കാലം ആ വാർഡുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് പിന്തുടർന്നു വന്നു എന്നുള്ളതാണ് സത്യം. അതിനുള്ള ഉപകാരസ്മരണ എന്ന നിലയിൽ ഇപ്രാവശ്യം കുറച്ചുകൂടി പരസ്യമായ നിലപാടെടുത്ത് BJP UDF സഹായിച്ചു. അവിടുത്തെ വോട്ടിംഗ് നിലയെടുത്ത് പരിശോധിച്ച് നോക്കട്ടെ. 168 വോട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 50 മാറി. UDFിന്റെ വോട്ട് വർദ്ധിച്ചു. LDFിന്റെ വോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന് അപ്പുറത്തേക്ക് പുതുതായി LDF ചേർത്ത വോട്ടുകൾക്ക് മാത്രമാണ് LDFിന് പ്രാവശ്യം ലഭിച്ചത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി തുടങ്ങിയ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ പൊതു രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്നും പറയാനില്ലാതെ, വികസന പ്രവർത്തനങ്ങൾ ഒന്നും പറയാനില്ലാതെ തികച്ചും വ്യക്തിപരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന തരത്തിലാണ് UDF ആ തെരഞ്ഞെടുപ്പ് കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ രംഗത്തും മാധ്യമപ്രവർത്തകരുടെ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാം, ആ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ നല്ല രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം, LDFും UDFും ഉയർത്തുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം പാടെ ഉപേക്ഷിക്കപ്പെടുന്നതിലേക്ക് നുണപ്രചരണങ്ങൾ, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെടുത്തിയ നുണപ്രചരണങ്ങൾ, ഈ വാർഡുമായി ബന്ധപ്പെടുത്തി പുകപടലം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള നുണപ്രചരണങ്ങൾ നടത്തി ആണ് UDF ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില നിങ്ങൾ പരിശോധിച്ചാൽ 2024 നടന്ന തെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ അവസാനിച്ച ഉപതെരഞ്ഞെടുപ്പിൽ 386 വോട്ടാണ് LDFിന് ലഭിച്ചത്. 429 വോട്ട് UDFിന് ലഭിച്ചു. 50 വോട്ട് BJPക്ക് ലഭിച്ചു. എന്നാൽ 2020 തെരഞ്ഞെടുപ്പിൽ 333 വോട്ട് ആണ് UDFിന് ലഭിച്ചത്. LDFിന് 351 വോട്ടും BJPക്ക് 168 വോട്ടും ലഭിച്ചു. ഒന്നാം ബൂത്തുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട്
ഒന്നാം ബൂത്തിൽ 235 വോട്ടാണ് LDF ലഭിച്ചത്, 188 വോട്ടാണ് UDF ലഭിച്ചത്. 2015 നടന്ന തെരഞ്ഞെടുപ്പ്, സഖാവ് രഞ്ജിത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നാം ബൂത്തിൽ 240 വോട്ട് LDF നേടിയിട്ടുണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 5 വോട്ട് ഇപ്രാവശ്യം കുറവാണ്. അവിടെ UDFന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിലയിൽ നിന്ന് താഴേക്ക് പോയി LDFനെ കുറച്ചുകൂടി അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കിട്ടിയ പിന്തുണയാണ്. എന്നാൽ രണ്ടാം ബൂത്തുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ BJPക്ക് നല്ല സ്വാധീനമുള്ള ബൂത്താണ് രണ്ടാം ബൂത്ത്. ആ ബൂത്തിൽ 35 വോട്ടാണ് BJP പിടിച്ചത്. ആ ബൂത്തിൽ 35 വോട്ട് പിടിക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി താമസിക്കുന്ന ബൂത്താണ്. അവരെ ബന്ധുക്കളടക്കം ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ 25 ആളുകളുണ്ട്. ആ 25 ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും BJP വോട്ട് ചെയ്യുന്നവരല്ല. സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ മാത്രം വോട്ട് ചെയ്തവരല്ല. അത് കഴിഞ്ഞാൽ 10 വോട്ടാണ് ആ ബൂത്തിൽ BJPക്കായി ലഭ്യമായിട്ടുള്ളത്. ബാക്കി വോട്ട് പൂർണ്ണമായും UDFിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പരസ്യമായ പിന്തുണ, പരസ്യമായ ഇടപെടൽ അക്കാര്യത്തിൽ UDFിന് വേണ്ടി BJP നടത്തി. ആ വോട്ട് വാങ്ങി വിജയിച്ച ശേഷമാണ് LDFക്കെതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കും രംഗത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചടയമംഗലം പഞ്ചായത്തിൽ ഇപ്പോൾ തുടങ്ങിയതല്ല. എത്രയോ കാലമായി ചടയമംഗലം പഞ്ചായത്തിൽ BJPയും UDFും തമ്മിലുള്ള രഹസ്യധാരണ, രഹസ്യമായും പരസ്യമായും ധാരണയുണ്ടാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് നമ്മളെല്ലാവരും കാണുന്ന കാഴ്ചയാണ്. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ട്രയൽ കൂടിയാണ് ഇപ്പോൾ നടത്തിയ ഈ വോട്ട് കച്ചവടം, ഈ ധാരണ. അത് ഇനി വരാൻ പോകുന്ന 2022 പഞ്ചായത്ത് പൊതു തെരഞ്ഞെടുപ്പിലെയും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് LDF വിശ്വസിക്കുന്നത്. അതുണ്ടാകുക തന്നെ ചെയ്യും. ആ അന്തർധാര, ആ വോട്ട് കച്ചവടവും ആ കൂട്ടുകെട്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, LDF ഈ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി UDF നടത്തുന്ന കുപ്രചരണങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഒരിക്കൽ ഒരു യോഗത്തിൽ തന്നെ, ഒരു പത്രസമ്മേളനത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഇവിടെ LDF നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ശ്രമമല്ലാതെ UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു വികസന പ്രവർത്തനങ്ങൾക്കും കൊണ്ടുവരുവാനോ അത് മുന്നോട്ട് വയ്ക്കുവാനോ ഉള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല. MPയുമായി ബന്ധപ്പെടുത്തിയ കാര്യം നമ്മൾ സൂചിപ്പിച്ചത്, അത് വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. MP എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ള നിലയിൽ നമ്മളടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുക, UDF ഭരിക്കുന്ന UDFന്റെ പഞ്ചായത്ത് മെമ്പർമാരുള്ള വാർഡുകളിൽ പോലും LDFന്റെ ജനപ്രതിനിധികൾ, ഇന്നലെയാണെങ്കിൽ പോയി എസ്റ്റിമേറ്റ് എടുത്ത് കണ്ണങ്കോടാണ് ജയകുമാർ അജയനോടക്കമുള്ളവരുണ്ട്. 20 ലക്ഷം രൂപയാണ് അവിടെ UDF ഭരിക്കുന്ന UDFന്റെ മെമ്പറുള്ള വാർഡാണ്. അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പക്ഷപാതപരമായ നിലപാടെടുക്കാതാണ് LDF മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഒരു വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധികളെ കൊണ്ട് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാതെ LDFനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല, അതിന് തക്കതായ മറുപടി വരും കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ളത് തർക്കമില്ല. ഒരുപാട് കാലം മുളയുടെ മുകളിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾ UDF തക്ക പ്രതിഫലമായി ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഫലമായി കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം. നടത്തുന്ന ഈ നുണപ്രചരണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുക മാത്രമല്ല, പൊതുവികസന കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് ഈ ചടയമംഗലത്തിന്റെ പൊതുവികസനത്തിന് ഒപ്പം ചേർന്ന്, രാഷ്ട്രീയത്തിന് അപ്പുറം ഒപ്പം ചേർന്ന് നിൽക്കാൻ UDF തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള. ബാക്കി LDF നേതാക്കന്മാരുണ്ട്, ഒന്നുകൂടി പറയും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതാണ്. നമ്മൾ വളരെ
അച്ചടക്കത്തോടുകൂടി വളരെ മാന്യമായ രീതിയിലാണ് എനിക്ക് പ്രവർത്തനമെല്ലാം നടത്തിയത്. എന്നാൽ ചില ആൾക്കാർക്ക് മദ്യം ഉൾപ്പെടെ വാങ്ങി കൊടുത്തുകൊണ്ട് അനൗൺസ് വാഹനം കൊടുത്ത് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആ വാർഡിലുടനീളം നടത്തി. സമാധാനപരമായി ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം കൊടുത്തു. അവിടുത്തെ UDF നേതൃത്വം കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇരുന്ന് കുട്ടിക്കലാശം എവിടെ വെച്ച് നടത്തണമെന്ന രീതിയിൽ ആലോചിച്ച് ധാരണയായിരിക്കുന്നതിന് ശേഷം അത് പരസ്യമായി ലംഘിക്കുക. കാരണം മുഴുവൻ കാര്യത്തിലും ലംഘനം മാത്രം നടത്തിക്കൊണ്ട് നുണപ്രചരണങ്ങൾ മാത്രം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ വെല്ലുവിളിച്ച് പറയുകയാണ്, BJPയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കിട്ടി 8-ാം തീയതി UDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചില നേതാക്കന്മാർ ഒത്തുകൂടി നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്യമാണ്, ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിന്റെ വീഡിയോസ് ഒന്നും വേണ്ടി വന്നാൽ തുടർന്ന് നമ്മൾ വെല്ലുവിളിച്ച് പറയുന്നു, പുറത്തുവിടാൻ ഉൾപ്പെടെ LDF തയ്യാറാണ്. നല്ലതുപോലെ വോട്ട് കച്ചവടം നടത്തി ഇവിടുത്തെ BJPയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട പ്രവർത്തകരായിട്ടുള്ളവർക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള പ്രവർത്തിയാണ്. കൈപ്പറ്റി തന്നെ ചെയ്തേ പറ്റൂ എന്ന രീതിയിലേക്ക് കാശ് വാങ്ങിക്കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമായി ചടയമംഗലത്തെ BJP മാറിയിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണ് കുയ്യോട് വാർഡിൽ 400 വോട്ട് മേടിച്ച സ്ഥലത്ത് 50 വോട്ടിലേക്ക് 52 വോട്ടിലേക്ക് വീഴുന്നു. ചടയമംഗലം ഈ പൂങ്കോട് വാർഡിൽ 168 മേടിച്ച സ്ഥലത്ത് കൃത്യമായി 50ലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പറയുന്ന ഇപ്പം BJPയിലെ സ്ഥാനാർത്ഥി മത്സരിച്ച സമുദായത്തിൽ ഉൾപ്പെടെ LDF ആണ് ഇവിടെ ഏത് കാലഘട്ടത്തിലും പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളത്. അതിനുള്ള എല്ലാ മര്യാദയും കാണിക്കുന്ന ഒരു പാർട്ടിയാണ് LDF. തിരുവമ്പാകത്ത് 2 പ്രാവശ്യമായാലും ഇപ്പം സുനിലായാലും ആ രീതിയിൽ ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് കാശുണ്ടാക്കി ഇവിടെ ഒരു MP ഉൾപ്പെടെ ബന്ധപ്പെട്ടാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ച് ഈ കച്ചവടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ LDFന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കും. ചുരുക്കി പറയണേ, 12 മിനിറ്റായി. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചടയമംഗലത്തെ LDF നേതാക്കന്മാരുടെ പത്രസമ്മേളനം കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വവും അതുപോലെ തന്നെ BJP നേതൃത്വവും പരസ്യ രഹസ്യ ധാരണകളോട് വോട്ട് കച്ചവടം നടത്തിയെന്നാണ് LDF നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. LDF ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിൻ്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഈ പത്രസമ്മേളനത്തിൽ LDF നേതാക്കളായ ഹരീബി നായർ, ജയകുമാർ, ബാബുരാജൻ, സന്തോഷ്, ബിന്നുപിള്ള, അജയൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ UDFും BJPയും വോട്ട് കച്ചവടം നടത്തിയെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ് LDF നേതാക്കൾ ഈ പത്രസമ്മേളനത്തിൽ. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ കുന്നുംപുറം തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രം തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. നിരന്തരം BJP കോൺഗ്രസ് ഒരു അന്തർധാര ചടയമംഗലം പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ജനമധ്യത്തിൽ അവതരിപ്പിക്കുവാനാണ് ഈ പത്രസമ്മേളനത്തിലൂടെ LDF നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത്. പത്രസമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് സാക്ഷിക്ക് വേണ്ടി ഗോപൻ മുദ്രയും രാജ്മോഹൻ. ചായ